ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് വ്ളോഗർ. ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന കുറച്ച് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് സമയം വെച്ചേക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സംശയം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ, ലിജമോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിലൂടെ എത്താവുന്ന ചിത്രമായിരുന്നു സംശയം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് മനോരമാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 25-ാം തീയതി മനോരമാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ക്യാമ്പസ് ഡയറി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുദേവ് നായർ, RJ മാത്തുക്കുട്ടി, ഗൗതമി, അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ, കോട്ടയം നസീർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കൊച്ചു ചിത്രമായിരുന്നു ക്യാമ്പസ് ഡയറി എന്ന് പറയുന്നത്. 2016 തിയേറ്ററിൽ ചിത്രമായിരുന്നു. ഇപ്പോൾ ചിത്രം നമ്മുടെ സൈന പ്ലേയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം സൈന പ്ലേയിലൂടെ ഈ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ കൊടുത്താൽ ഈ ഒരു കൊച്ചു ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. റൈറ്റ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ സണ്ണി വെയിൻ, അതുപോലെ തന്നെ സൈജു കുറുപ്പ്, അപർണ ദാസ്, മണികണ്ഠൻ പട്ടാമ്പി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാന്റസി കോമഡി കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു റൈറ്റ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേരിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ജൂലൈ 25-ാം തീയതി സർപ്രൈസ് റിലീസായിട്ട് എത്താൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറയുന്ന ചിത്രം സർപ്രൈസ് റിലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു ചിത്രവും സർപ്രൈസ് റിലീസായിട്ട് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സൂപ്പർ സിന്ദഗി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, ജോണി ആന്റണി, സുരേഷ് കൃഷ്ണ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ കോമഡി കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു സൂപ്പർ സിന്ദഗി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് മനോരമാക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യാൻ കഴിയും. ചിത്രത്തിൽ ഇതിലിപ്പോൾ ഈ ഒരു ആഴ്ചയിൽ ഇപ്പോൾ മനോരമാക്സിന്റെ ഭാഗത്തുനിന്ന് സംശയം എന്ന് പറഞ്ഞ ചിത്രം ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ചിത്രം ചിലപ്പോൾ ഈ വരുന്ന ജൂലൈ 25-ഓ 26-ാം തീയതിയോ ഈ ചിത്രം മനോരമാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മർഗൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ വിജയ് ആന്റണി, സമുദ്രകനി, അതുപോലെ തന്നെ ശശ്വിത എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമാണ് ബർഗൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് നല്ലൊരു കളക്ഷൻ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 25-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കണ്ണപ്പ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ വിഷ്ണു മഞ്ജു, മോഹൻ ബാബു, അതുപോലെ തന്നെ പ്രഭാസ്, മോഹൻലാൽ, കാജൽ അഗ്രവാൾ, അക്ഷയ് കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ മൂവിയായിരുന്നു കണ്ണപ്പ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഹിന്ദു എപ്പിക് ഡിവോഷണൽ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു തെലുങ്ക് ചിത്രമായിരുന്നു കണ്ണപ്പ എന്ന് പറയുന്നത്. ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിരുന്നു. തിയേറ്ററിൽ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 25-ാം തീയതി റെൻ്റ് ഓപ്ഷനിൽ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കലിയുഗം 2064 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ കിഷോർ, ശ്രദ്ധ ശ്രീനാഥ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു കലിയുഗം 2064 എന്ന് പറയുന്നത്. ചിത്രം ഓൾറെഡി ആമസോൺ പ്രൈമിലൂടെയും ആഹാ തമിഴിലൂടെയും ആഹാ തെലുങ്കിലൂടെയും അതുപോലെ തന്നെ സൺനെക്സ്റ്റിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ തമിഴ് ഭാഷയിലൂടെ ഈ ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 25-ാം തീയതി ടെൻഡാകോട്ടയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഇനി കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ടെൻഡാകോട്ടയിലൂടെ ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 25-ാം തീയതി മുതൽ കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. 3BHK എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ സിദ്ധാർത്ഥ്, അതുപോലെ ശരത് കുമാർ, ദേവയാനി, യോഗി ബാബു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു 3BHK എന്ന് പറയുന്നത്. ഈ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ജിയോ ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 8-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. പക്ഷേ അതിന് മുമ്പ് ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 25-ാം തീയതി ചിത്രം ലേക്ക്
റിലീസായിട്ട് എത്താൻ സാധ്യതയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTsന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഷോർട്ട് ടൈം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ നവീൻ ചന്ദ്ര, കമലാക്ഷി ഭാസ്കർ, VK നരേഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ക്രൈം ഡ്രാമ കാറ്റഗറിയിലൂടെ തന്ന ഒരു ത്രില്ലർ ചിത്രമായിരുന്നു ഷോർട്ട് ടൈം എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT സ്വന്തമാക്കിയത് സൺനെസ്റ്റും അതുപോലെ തന്നെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 25 സൺനെസ്റ്റിലൂടെ തെലുങ്ക് ഭാഷയിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTsന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സർസമീൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ, കാജോൾ അതുപോലെ തന്നെ ഇബ്രാഹിം അലിഖാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ വാർ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു സർസമീൻ എന്ന് പറയുന്നത്. ചിത്രം ഡയറക്റ്റ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ് ഈ വരുന്ന ജൂലൈ മാസം 25 ചിത്രം ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ റിലീസിന് ശേഷം നമുക്ക് അറിയാൻ പറ്റില്ല ഏതൊക്കെ ഭാഷയിലുണ്ടെന്നുള്ളത്. ഒഫീഷ്യലി ചിത്രം ഹിന്ദിയിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഇനി തമിഴിലും അതുപോലെ തന്നെ തെലുങ്കിലും ഉണ്ടെന്നുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട്, മലയാളത്തിലുണ്ടെന്നുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTsന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഹിന്ദി വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. മണ്ടേല മർഡേഴ്സ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ്. നമ്മുടെ വാണി കപൂർ അതുപോലെ തന്നെ വൈഭവ് രാജ് ഗുപ്ത എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ഒരു വെബ് സീരീസാണ് മണ്ടേല മർഡേഴ്സ് എന്ന് പറയുന്നത്. ചിത്രം അല്ലെങ്കിൽ ഈ ഒരു വെബ് സീരീസ് വരുന്ന ജൂലൈ മാസം 25 ഹിന്ദി ഭാഷയിലൂടെ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ OTTsന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് കുറച്ച് OTT അപ്കമിംഗ് ആയിട്ട് റിലീസ് ചെയ്യുമെന്ന കുറച്ച് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ധീരൻ എന്ന് പറയുന്ന മലയാള മൂവിയെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ രാജേഷ് മാധവ്, ജഗദീഷ്, മനോജ് ഗജയൻ, സുധീഷ് അതുപോലെ തന്നെ സിദ്ധാർത്ഥ് വരദൻ, അശോകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിലൂടെ ഒരു ചിത്രമായിരുന്നു ധീരൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറും OTT റിലീസിൻ്റെ OTT പ്ലാറ്റ്ഫോം വാങ്ങി എന്നുള്ളൊരു അപ്ഡേറ്റ് കേൾക്കുന്നുണ്ട്. കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. ചിത്രം അടുത്ത മാസം പകുതിയോടുകൂടി ചിത്രം OTT റിലീസിന് എത്തുന്നതായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പെരുമാനി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ലുക്മാൻ അതുപോലെ തന്നെ സണ്ണി വെയിൻ, വിനയ് ഫോർട്ട്, വിജിലീഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലൂടെ തന്നൊരു മൂവിയായിരുന്നു പെരുമാനി എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OTT സ്വന്തമാക്കിയ സൈനബിളായാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 1 സൈനപ്ലൈയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആയിരിക്കുന്നതായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTsന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ആസിഫ് അലി അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ, ജഗദീഷ്, അർഷദ് അശോകൻ അതുപോലെ തന്നെ അസീസ് നെടുമങ്ങാട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിലൂടെ തന്ന ഒരു ചിത്രമായിരുന്നു ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒഴിവിലാണ് ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തത്. ഈ ചിത്രത്തിൻ്റെ OTT സ്വന്തമാക്കിയത് ആമസോൺ പ്രൈം ആണെന്നുള്ളതാണ് ആദ്യ അപ്ഡേറ്റ് വന്നിരുന്നെങ്കിലും ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിൻ്റെ OTT ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളതെന്നാണ് ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. മേ ബി ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 8 ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റും കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. ഇവിടെ അർജുൻ അശോകൻ, അനശ്വര രാജൻ, ബാലു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ ഏകദേശം റിലീസ് ചെയ്തിട്ട് ഒരു കൊല്ലത്തിന് മുകളിലായിട്ടായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ OTT ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ മനോരമാക്സ് ആണ്. ആമസോൺ പ്രൈം ആയിരുന്നു, മനോരമാക്സ് ആണ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത്. ചിത്രം ഉടൻ തന്നെ OTT റിലീസിന് എത്തുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ മല്ലിക സുകുമാരൻ, സിജു സണ്ണി അതുപോലെ തന്നെ അനശ്വര രാജൻ, ജോമൻ ജ്യോതിർ, അസീസ് നെടുമങ്ങാട് അതുപോലെ തന്നെ ബൈജു സന്തോഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസമായിരിക്കും ഈ ചിത്രം OTT റിലീസിന് എത്തുക എന്നുള്ള അപ്ഡേറ്റ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അവസാനമായിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. മായസഭ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ ആദി പനിഷെട്ടി, ചൈതന്യ റാവു, ദിവ്യ ദുട്ടൈ അതുപോലെ തന്നെ സായ് കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സെറ്റയർ ത്രില്ലർ കാറ്റഗറിയിലൂടെ തോന്നുന്ന ഒരു വെബ് സീരീസാണ് മായസഭ എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 7 സോണി ലീവിലൂടെ ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഇതുവരെ ഏതൊക്കെ ഭാഷ, തെലുങ്ക് ഭാഷ മാത്രമേ അപ്ഡേറ്റ് വന്നിട്ടുള്ളൂ. നമുക്ക് റിലീസിനോടനുബന്ധിച്ചാണ് മറ്റുള്ള ഭാഷകൾ അപ്ഡേറ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.